ഇസ് ഇസ് ഫോർ റിയൽ? എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ സ്വപ്നം കാണുകയാണോ? തോറ്റ് പടിയിറങ്ങിയ അതേ കോളേജിൽ ഇത്രയും നാളുകൾക്ക് ഇത്രയും ചെറിയ സമയത്തിനുള്ളിൽ ടെക്ടോക്ക് പോലത്തെ ഒരു ടോക്കിൽ ഗസ്റ്റായിട്ട് ടോക്കിന് വേണ്ടി എന്നെ മനസ്സിലാക്കണം, എന്നെ വിളിക്കുന്നു. ദൈവമുണ്ട്. സി, എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് പരിചയമല്ലാത്ത ഒരു സ്ഥലമല്ല ഇത്. ഇതിൻ്റെ ഓരോ മുക്കും മൂലയും എനിക്ക് നന്നായിട്ട് അറിയാം. ഇതിൽ ഒരു പക്ഷേ എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള ഇവരെ പോലുള്ള ആൾക്കാരെക്കാളും കൂടുതൽ അനാറ്റമിയും ഫിസിയോളജിയും ബയോകെമിസ്ട്രിയാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് കൊണ്ട്, കാരണം തോറ്റു പഠിച്ചതുകൊണ്ട് ഈ കോളേജിൻ്റെ ഓരോ മുക്കും മൂലയും എനിക്ക് നല്ല പരിചയമാണ്. ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഇയർ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കോട്ടും ഈ സ്തെത്തും ഒന്നും എല്ലാ ദിവസവും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ആഴ്ച 3 ദിവസം മാത്രം കൊണ്ടുവന്നാൽ മതിയായിരുന്നു. പക്ഷെ ഞാൻ കൊണ്ടുവരുമായിരുന്നു ആ സ്തെത്തും ആ കോട്ടും. ഒരു കയ്യിൽ ആ കോട്ടും ഒരു കയ്യിൽ സ്തെത്തും പിടിച്ച് ഒരാവശ്യമില്ലാതെ കോളേജിൻ്റെ ഒരു അറ്റത്ത് നിന്നോ ഇപ്പുറത്തെ അറ്റം വരെ വെറുതെ നടക്കുമായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ നടക്കുന്നത് കാണുമ്പോഴത്തേന് നമ്മളിങ്ങനെ പേഷ്യൻസും ബാക്കിയുള്ള ആൾക്കാരും ഒക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. അത് കണ്ട് ഞാൻ അങ്ങനെ ആത്മനിർവൃതി അടയുമായിരുന്നു. അങ്ങനെ ഞാൻ പഠിച്ച് ഫസ്റ്റ് ഇയറിൻ്റെ പരീക്ഷ എഴുതിയപ്പോഴത്തേന് പൊട്ടി. അപ്പം ഈ കോളേജിൽ തന്നെയാണ് അയാളും ഞാനും തമ്മിൽ ഷൂട്ട് ചെയ്തത് നമ്മുടെ പഴയ പൃഥ്വിരാജിൻ്റെ സിനിമ. അതുപോലത്തെ പൃഥ്വിരാജിനെയാണ് ഞാൻ എന്നെ തന്നെ കണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പൃഥ്വിരാജാണല്ലോ. അപ്പം ഫസ്റ്റ് ഇയറിൽ തോന്നി എല്ലാ വലിയ ഡോക്ടേഴ്സും ഫസ്റ്റ് ഇയറിൽ ഒന്ന് തോക്കുന്നത് അതൊരു അലങ്കാരമായിട്ട് ഞാൻ എന്നെ തന്നെ കണ്ടു. അങ്ങനെ ഞാൻ സെക്കൻഡ് ഇയർ പരീക്ഷ എഴുതി. അപ്പോഴും തോറ്റപ്പോൾ ഇച്ചിരി ഒരു പേടിയായി. 3ാമത്തെ പ്രാവശ്യം തോറ്റപ്പോൾ അനാറ്റമിയിലെ ലിസമ്മ മാഡം എൻ്റെ അമ്മേനെയും അപ്പനെയും വിളിച്ചിട്ട് പറഞ്ഞു, സാർ അത് കാര്യം ഇവൻ കുഴപ്പമില്ല, പക്ഷേ ഇവന് പറ്റിയ പരിപാടി ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വേറെ വല്ല പരിപാടി നോക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അങ്ങനെ ഡോക്ടർ ജോയൽ ജേക്കബ് മാത്യു എന്ന് വെറും ജോയൽ ജേക്കബ് മാത്യു. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ഐ ആം ഡോക്ടർ ജോയൽ ജേക്കബ് മാത്യു. അല്ല, വെറും ജോയൽ ജേക്കബ് മാത്യു. ഞാൻ ഒരു നല്ല എന്ന് വെച്ചാൽ സാധാരണ ഒരു ഡോക്ടറായി ഇവിടുന്ന് പഠിച്ച് പാസ്സായിരുന്നെങ്കിൽ ഒരു കാലത്തും എന്നെ ഈ പോസ്റ്ററെ ഫസ്റ്റ് ഇയർ ഞാൻ ഒരിക്കലും എനിക്ക് നല്ല ഉറപ്പാണ് എൻ്റെ ഇത് ഇവിടുത്തെ കോളേജിൻ്റെ ഫ്രണ്ട് സൈഡിൽ പറയണമെങ്കിൽ ഒന്നെങ്കിൽ ഞാൻ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയിരിക്കണം, അല്ലെങ്കിൽ ഞാൻ ഈ പഠിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും മരിക്കണം. ആ 2 സമയത്തെ പക്ഷേ ഇങ്ങനൊരു അവസരം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് ഞാൻ ഒരു കാലത്തും വിചാരിച്ചിട്ടില്ല. അപ്പം എനിവേ, എല്ലാം തന്ന ദൈവത്തിന് 1000 നന്ദി. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. കാരണം അല്ലെങ്കിൽ ഒരിക്കലും വേറെ എവിടെയെങ്കിലും വെച്ചിട്ട്, പക്ഷേ ഈ കോളേജിൽ തന്നെ എന്നെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. എൻ്റെ കഥ ഇവിടെയല്ല തുടങ്ങുന്നത്. എൻ്റെ കഥ തുടങ്ങുന്നത് വർഷം 1992. എൻ്റെ മിടുക്കനും ബുദ്ധിമാനുമായ എൻ്റെ അപ്പൻ ഒരു ഗൾഫിൽ ജോലിയുള്ള ഒരു നേഴ്സ് പെണ്ണിനെ കല്യാണം കഴിച്ച് ലൈഫ് സെറ്റാക്കാനായി ആഗ്രഹിക്കുന്നു. അങ്ങനെ എൻ്റെ അമ്മയെ കല്യാണം കഴിക്കുന്നു. അതിനുശേഷം ഞാൻ ഒരു 2 വർഷം കഴിഞ്ഞ് ഞാനുണ്ടായി. അത് കഴിഞ്ഞപ്പോഴത്തേന് അമ്മ പഠിക്കുന്നത് കാര്യത്തിൽ ഭയങ്കര ഇതായിട്ടുള്ള ഒരാളാണ്. അപ്പം മകനെ ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, ഇച്ചിരി കഷ്ടപ്പെട്ടിട്ടാണേലും അവനെ പഠിച്ച് വലിയ നിലയിൽ എത്തിക്കണം എന്ന ആഗ്രഹവുമായി ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തിരിച്ചു വരുന്നു. അങ്ങനെ കുട്ടനാട്ടിൽ കേരള സിലബസിൽ പഠിച്ചുകൊണ്ടിരുന്ന എന്നെ പിടിച്ച് CBSE സിലബസിലേക്ക്, ചങ്ങനാശ്ശേരിയിലെ വമ്പന്മാർ പഠിക്കുന്ന CBSE സിലബസിലേക്ക് എന്നെ പിടിച്ചു കൊണ്ടുപോയി. അപ്പം പോകുന്ന വഴിക്ക് ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ അമ്മേനോട് പറഞ്ഞു, മോനെ നമ്മളിവിടുത്തെ ആൾക്കാരല്ല, നമ്മളെ അത്ര ആൾക്കാർക്ക് പരിചയം കാണത്തില്ല, പക്ഷേ നീ അങ്ങോട്ട് കയറി സംസാരിക്കണം, അവരിങ്ങോട്ട് കയറി സംസാരിക്കാനായിട്ട് നിൽക്കേണ്ട, നീ അങ്ങോട്ട് പോയി സംസാരിച്ച് അവരുമായിട്ട് കൂട്ടുണ്ടാവണം. അങ്ങനെ അമ്മ പറഞ്ഞത് ഞാൻ കേട്ട് ആദ്യത്തെ ക്ലാസ്സിൽ ആ ഫസ്റ്റ് ബെഞ്ചിലിരുന്ന് കൊച്ചനുമായി ഞാൻ സംസാരിക്കാനായിട്ട് ഒരു സൗഹൃദം സ്ഥാപിക്കാനായി ഞാൻ പോയി. അന്ന് അവൻ എനിക്കൊരു പേരിട്ടു, കാക്ക. അപ്പം അന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വരെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ അത്രയും കറുത്തിട്ടുള്ള ഒരാളാണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ അത് കേട്ടപ്പോൾ എനിക്ക് ഇച്ചിരി വിഷമമായി എന്നറിഞ്ഞപ്പോൾ അവന് കൂടുതൽ സന്തോഷമായി. അപ്പോൾ അവൻ കൂടുതൽ പേരുകൾ പറഞ്ഞ് എന്നെ കളിയാക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഒരാളെന്നുള്ളത് 2-3 പേരായി, അതൊരു ഗ്യാങ്ങായി മാറി.
പിന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുവോളം കാലങ്ങളിൽ ഇവർക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിനോദം എന്നെ കളിയാക്കുക എന്നുള്ളതാണ്. ആദ്യത്തെ എൻ്റെ കളറായിരുന്നു പ്രശ്നം എന്നുണ്ടെങ്കിൽ, രണ്ടാമത്തെ പ്രാവശ്യം എൻ്റെ മുടിയുടെ ചുരുളിമയായിരുന്നു, മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ നടക്കുന്ന വിധമായിരുന്നു, നാലാമത്തെ പ്രാവശ്യം ഞാൻ സംസാരിക്കുന്ന വിധമായിരുന്നു. അങ്ങനെ ഞാൻ സ്കൂളിൽ പഠിച്ചിടത്തോളം കാലം എന്നെ ഓരോ കാര്യങ്ങളിൽ പറഞ്ഞ് എന്നെ കളിയാക്കുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ ഡൗട്ട് ചെയ്ത് തുടങ്ങി. ശരിക്കും നടക്കാൻ എനിക്ക് പേടിയായി. നടക്കുമ്പോൾ ഞാൻ ഓർക്കും എന്നെയാണോ ആൾക്കാർ നോക്കുന്നത്, നിൽക്കുമ്പോൾ ഞാൻ ഓർക്കും ദൈവമേ അവിടെ നിൽക്കുന്ന ആൾക്കാർ എന്നെ നോക്കിയാണോ കളിയാക്കുന്നത്. പിന്നെ ഞാൻ ഒരു നല്ല ഡ്രസ്സ് ഇട്ട് ഞാൻ ഒരു ക്യാമറയുടെ ഒരു മിററിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോഴത്തേന് ഞാൻ എന്നെ തന്നെ ഡൗട്ട് ചെയ്യും, ഞാനൊരു കോമാളിയായി മാറുകയാണോ, അവർക്ക് കളിയാക്കാൻ ഇനി ഒരു സബ്ജക്റ്റും കൂടെ ഞാൻ ഉണ്ടാക്കുകയാണോ, ഇല്ല ഞാൻ ഇത് മാറ്റി വീണ്ടും സാധാരണ പോലെ ആവും. അങ്ങനെ BDSൻ്റെ കഴിയുന്ന വർഷം വരെ എൻ്റെ ജീവിതത്തിൽ അടിയും അങ്ങനത്തെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കൂളിൽ നിന്ന് കോളേജിലേക്ക് വരുമ്പോഴത്തേന് എൻ്റെ കൂട്ടുകാർ ഇവന്മാരെ പോലുള്ള ആൾക്കാരൊക്കെ വിചാരിക്കുന്ന അവിടുത്തെ ഹീറോ ആവണം, ആദ്യത്തെ ഫസ്റ്റ് ഇയർ തന്നെ ലൈൻ സെറ്റ് ആവണം എന്നൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ, പാവം പിടിച്ച ഞാൻ ആഗ്രഹിച്ച കളിയാക്കപ്പെടാതെ ദൈവമേ കുറച്ച് ദിവസം ഉണ്ടാവണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ BDS നിർത്തി, BDSനെ ചേർത്തു, പഠിച്ചു, പാസ്സായില്ല. അത് കഴിഞ്ഞ് മാം ഇങ്ങനെ പറഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോഴെങ്കിലും എൻ്റെ അപ്പനും അമ്മയും എന്നെ വഴക്ക് പറയുമായിരിക്കും എന്ന്. കാരണം ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ എൻ്റെ അപ്പനും അമ്മയും വന്നു കഴിഞ്ഞു. ഇതാണ് നിങ്ങൾക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് കേട്ടോ. അപ്പം അപ്പനും അമ്മയും വന്നു. അപ്പനും അമ്മയും വീട്ടിൽ വന്നപ്പോഴത്തേന് അപ്പൻ എന്നോട് പറഞ്ഞു, മോനെ നീ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ്, അത് എൻ്റെ മോന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടി യൂസ് ചെയ്യാനാ, നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യടാ എന്ന് അമ്മ എന്നോട് പറഞ്ഞു. ഞാൻ ഓർത്ത് അമ്മയെങ്കിലും വഴക്ക് പറയായിരിക്കുന്ന. അമ്മ എന്നോട് പറഞ്ഞു, മോനെ നീ ഇത്രയും നാളും കഷ്ടപ്പെട്ട് പഠിച്ചില്ലേ, നീ ഇനി ഇച്ചിരി നാൾ റിലാക്സ് ചെയ്ത് പഠിക്കുക, BBAക്ക് പോ. ശരിക്കും ഞാൻ മേളിൽ പോയി കുറച്ച് നേരം ഇരുന്ന് കരഞ്ഞു. കാരണം ഇങ്ങനെ ഒരു അപ്പനും അമ്മയ്ക്കും ഞാൻ എന്നാ കൊടുത്താൽ മതിയാവും. അങ്ങനെയാണ് ഞാൻ അന്ന് തീരുമാനിച്ചു, ഒരു ദിവസം ഞാൻ എൻ്റെ അപ്പനെയും അമ്മേനെയും പ്രൗഡായിട്ട് നിൽക്കുന്ന ദിവസം വരും. ഇനി മുതൽ ഞാൻ ഇരിക്കത്തില്ല, ഇനി മുതൽ ഞാൻ തോക്കാൻ എനിക്ക് അവസരമില്ല എന്ന് അന്ന് ഞാൻ തീരുമാനിച്ചതാണ്. അന്ന് മുതൽ ഞാൻ BBAക്ക് ബാംഗ്ലൂരിൽ പോയി, ക്രിസ്തു ജയന്തിയിൽ പോയി. ഞാൻ ഒരിക്കലും ലോ അച്ചീവർ എന്ന് പറയുന്ന ഒരു ലിസ്റ്റിൽ മാത്രമേ എന്നെ എണ്ണപ്പെട്ടിരുന്നത് അന്ന് വരെയുള്ള ഒരു ജോയൽ ജേക്കബ് മാത്യു. പക്ഷേ ഞാൻ നന്നായിട്ട് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേന് രാജി ടീച്ചർ ആൻസർ ഷീറ്റ്സ് ഓരോ ആൾക്കാർക്കായിട്ട് പാസ് ചെയ്യുകയാണ്. അത് വെരി ഗുഡ്, എക്സലൻറ്റ്, ഓക്കെ എൻ്റെ ടേണായി. ഹൂ ഈസ് ജോയൽ ജേക്കബ് മാത്യു? ഞാൻ എഴുന്നേറ്റ് നിന്നപ്പോഴത്തേന് വെരി പുവർ എന്ന് പറഞ്ഞിരുന്ന എന്നെ ലോയുടെ എക്സാമിന്, അതായത് ഞങ്ങളുടെ BBAക്ക് അതേ ഞാൻ തന്നെ BBAയുടെ എക്സാമിൻ്റെ പരീക്ഷയുടെ റിസൾട്ട് വന്നു. അപ്പം ഈ കോർപ്പറേറ്റ് ലോ എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് ഉണ്ട്. ആ സബ്ജക്റ്റ് എല്ലാവരും പൊട്ടും എന്ന് വിചാരിച്ചിരുന്നിരുന്നൊരു സബ്ജക്റ്റാണ്. പക്ഷേ ഈ ഒരു പേപ്പർ മാത്രമായിട്ട് സാർ വന്നു. സാർ ദേ സെയിം സിനാരിയോ, ഹൂ ഈസ് ജോയൽ ജേക്കബ് മാത്യു? ഞാൻ എഴുന്നേറ്റുന്നു. ആ സാർ പറഞ്ഞു, വെൽ ഡൺ ജോയൽ, ഇങ്ങനെ ആയിരിക്കണം പേപ്പർ എഴുതേണ്ടത്, ഇങ്ങനെ വേണം നമ്മൾ ഒരു ലോയുടെ പേപ്പർ ആവേണ്ടത്. ആ പ്രാവശ്യത്തെ ടോപ്പറായിരുന്നു ഞാൻ ആ ലോയുടെ സബ്ജക്റ്റിന്. നല്ല മാർക്കോടുകൂടി ഞാൻ BBA പാസ്സായി. അതായത് എനിക്ക് പറ്റത്തില്ല എന്ന് വിചാരിച്ച കാര്യത്തിൽ ആദ്യത്തെ എൻ്റെ ഫസ്റ്റ് സംഭവം എന്ന് പറഞ്ഞ് ഇത് തന്നെയായിരുന്നു. അതിനോടൊപ്പം തുടങ്ങിയ, അതായത് പോക്കറ്റ് മണിക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്ത ഒരു പരിപാടിയാണ് ഈ എംലോഫ്റ്റ് എന്ന് പറയുന്ന ഒരു പരിപാടി. അത് ഞാൻ ടീച്ചേഴ്സിനായിരുന്നു ആദ്യമേ ഞാൻ ഈ എക്സിബിഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്ത് ടീച്ചേഴ്സായിരുന്നു എൻ്റെ ആദ്യത്തെ കസ്റ്റമേഴ്സ്. അങ്ങനെയാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ നമ്മൾ അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് ഇവിടെ മാർക്കറ്റ് റോഡിൽ ആരാലും അറിയപ്പെടാതിരിക്കുന്ന ഒരു സ്ഥലമാണ് ഓണം കേറാൻ മൂല എന്നൊക്കെ പറയത്തില്ലേ, നശിക്കപ്പെട്ട സ്ഥലം എന്നൊക്കെ ചങ്ങനാശ്ശേരിക്കാരുടെ ഭാഷയിൽ പറയുന്ന ഒരു സ്ഥലമാണ്. അവിടേക്ക് വളരെ കഷ്ടപ്പെട്ട് കയറി വന്നാൽ മാത്രം കാണുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ആദ്യമായി സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടേക്ക് അവിടെ നമ്മൾ എങ്ങനെ തുടങ്ങണമെന്നോ എങ്ങനെ ചെയ്യണമെന്നോ ഒന്നും ഒരു പിടുത്തവും ഇല്ലാതിരിക്കുന്ന ഒരു സ്റ്റൈലിലായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ ഇന്ന് അഭിമാനപൂർവ്വം എനിക്ക് പറയാൻ പറ്റും 5 ഫ്ലോറുള്ള നിലയിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു. ഇപ്പം ചങ്ങനാശ്ശേരി 2 സ്റ്റോറുണ്ട്. അടുത്ത മാസമായിട്ട് UK-യിലും അതുപോലെ തന്നെ ട്രിവാൻഡ്രത്തുമായിട്ട് സ്റ്റോറുകൾ ഓപ്പൺ ചെയ്യാനായിട്ട് ഒരുങ്ങുന്ന ഒരു വിധത്തിലേക്ക് എംലോഫ്റ്റ് വളർന്നിരിക്കുന്നു.
നമ്മളുടെ വേറൊരു ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ അപ്പനെ ഇപ്പം കണ്ടപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു. അതായത് ഒരു ദിവസം അപ്പൻ, ഞങ്ങൾ കുട്ടനാട്ടുകാരാണ് ബേസിക്കലി. അപ്പൻ ഇങ്ങനെ അപ്പൻ്റെ കൂട്ടുകാരെല്ലാവരും കൂടെ കൂടി ഇങ്ങനെ ഇരുന്നപ്പോഴത്തേന് അപ്പനെ എപ്പോഴും ഈ തോൽവി മാത്രം സമ്മാനിക്കുന്ന എന്നെ പോലെ ഉള്ള ഒരുത്തനിലേക്ക് ഇത്രയും സപ്പോർട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേന് സ്വാഭാവികമായിട്ടും കൂട്ടുകാർ കളിയാക്കും. അങ്ങനെ അപ്പനെ എല്ലാവരും വളഞ്ഞ് എല്ലാ കൂട്ടുകാരും ഒരുമിച്ച് കളിയാക്കിയെന്ന് അപ്പൻ തിരിച്ച് വീട്ടിൽ വന്നപ്പം തമാശ വിധത്തിൽ എന്നോട് പറഞ്ഞു. അന്ന് ഞാൻ തീരുമാനമെടുത്തതാണ്, ഒരു ദിവസം വരും എൻ്റെ അപ്പനെ ഞാൻ ഇവരെക്കാൾ ഒക്കെ മേളിലേക്ക് എൻ്റെ അപ്പനെ, എനിക്ക് അവർക്ക് അവരുടെ മക്കൾ കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും വലുത് എനിക്ക് എൻ്റെ അപ്പനെ കൊടുക്കാൻ പറ്റും. ഇന്ന് എനിക്ക് അഭിമാനപൂർവ്വം പറയാൻ പറ്റും, 30 വയസ്സ് തികയുന്നതിന് മുൻപ് ഞാൻ എൻ്റെ അപ്പന് ഏറ്റവും ഇഷ്ടമുള്ള BMW കാറ് എനിക്ക് ഗിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റി. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമാണ് കേട്ടോ. അങ്ങനെ അതുപോലെ എൻ്റെ പെങ്ങൾക്ക് വേണ്ടി വെച്ചിരുന്ന വീടും പറമ്പും വിറ്റ് എൻ്റെ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തപ്പോഴും അപ്പനെ അമ്മേനെ ആൾക്കാർ പറഞ്ഞു, ഇനി നാളെ നിങ്ങൾ എന്ത് ചെയ്യും ഇവളുടെ ഒരു ആവശ്യം വരുമ്പോൾ. ഇന്ന് അഭിമാനപൂർവ്വം എനിക്ക് പറയാൻ പറ്റും, ഈ 30 വയസ്സിനകത്ത് എനിക്ക് എൻ്റെ പെങ്ങൾക്ക് ആ വീടും പറമ്പും വിറ്റ് കിട്ടിയതിൻ്റെ നേരെ ഇരട്ടിയിൽ കൂടുതൽ പൈസ മുടക്കി ലോകത്തിലെ തന്നെ 9th ബിസിനസ് സ്കൂളായിട്ടുള്ള വാർവിക് ബിസിനസ് സ്കൂളിൽ വിട്ട് എൻ്റെ പെങ്ങളെ എനിക്ക് PG പഠിപ്പിക്കാനായിട്ട് പറ്റി. അത് വേറൊരു വലിയൊരു അച്ചീവ്മെൻ്റാണ്. അങ്ങനെ ഇതുവരെയുള്ള എൻ്റെ ജീവിതത്തിൽ എൻ്റെ വൈഫാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവൾ നിറം സിനിമയ്ക്കകത്തെ പോലെയാണ്. ഇവളുടെ കല്യാണം അടുത്ത ആഴ്ച കാനഡയ്ക്ക് പോകാൻ വേണ്ടി ഇരുന്നപ്പം തലേ ആഴ്ചയാണ് ഞാൻ കല്യാണാലോചനയായിട്ട് ചെല്ലുന്നത്. അപ്പം അവളുടെ ആൾക്കാർ എല്ലാവരും ചൂണ്ടിക്കാട്ടി, ഇനി മുതൽ നീ ഇത്തരം പഠിക്കുന്ന കൊച്ചല്ലേ, ഇതോടെ നിൻ്റെ പഠിത്തം അവസാനിക്കും, നീ കാനഡയ്ക്ക് വല്ലതും പോയി എൻ്റെ മോളെ ഇവിടെ കടന്ന് കഷ്ടപ്പെടാതെ കാനഡയ്ക്ക് വല്ലതും പോയി രക്ഷപ്പെടുക എന്ന് പറഞ്ഞിട്ടുള്ള അതേ ആൾക്കാർ ഇന്ന് എനിക്ക് അഭിമാനപൂർവ്വം പറയാൻ പറ്റും, എൻ്റെ ഭാര്യയെ MBA അവൾ പാസ്സായത് യൂണിവേഴ്സിറ്റിയിലെ 3rd റാങ്ക് ഹോൾഡറായിട്ട് എൻ്റെ ഭാര്യ പാസ്സായി. അത് കല്യാണത്തിന് ശേഷമാണ് നടന്നത്. ഇന്ന് ഇതേ ആൾക്കാർ തന്നെ നമ്മുടെ കാനഡയിലും UK ഒക്കെ ഇരുന്നിട്ട് പറഞ്ഞ്, ഞങ്ങൾ ഇവിടെ കടന്ന് പട്ടിപ്പണി എടുക്കുകയാണ്, നിൻ്റെയൊക്കെ ലൈഫാണ് മോളെ ലൈഫ്, അങ്ങനെ പറയുന്ന വിധത്തിലേക്ക് ആക്കാൻ ദൈവം സഹായിച്ചു. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ എന്ന് വെച്ചാൽ എവിടെ ഇത് ചെയ്തോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വിധത്തിൽ 2 വിധത്തിൽ കേൾക്കുമ്പോഴാണ് ഇതിനകത്ത് അവർ ഇരട്ടി മധുരം നമുക്ക് കിട്ടുന്നത്. ഞാൻ ഇതുവരെയുള്ള എൻ്റെ ജീവിതം വെച്ചിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയുകയാണെങ്കിൽ, അതായത് മറ്റുള്ള ഒരാളുടെ ശരികളായിരിക്കണമെന്നില്ല നമ്മളുടെ ശരികൾ, മറ്റുള്ള ഒരാൾ വിജയിച്ചു എന്ന് അവർ വിശ്വസിക്കുന്ന കാര്യമായിരിക്കണം എന്നില്ല നമ്മളുടെ വിജയങ്ങൾ. അതായത് നിങ്ങളൊരു നല്ല ഡോക്ടറിൻ്റെ മകനാണ് എന്ന് വിചാരിക്കുക, ആ അപ്പനെ അല്ലെങ്കിൽ വീട്ടുകാരെ സന്തോഷിപ്പിക്കാനും നാട്ടുകാരുടെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമായിട്ട് നിങ്ങളൊരു ഡോക്ടറായാൽ ഒരു പക്ഷേ നിങ്ങൾ പാസ്സായി എന്നിരിക്കും, പക്ഷേ ഒരു കാലത്തും ഒരു നല്ല ഡോക്ടർ നിങ്ങൾ ആകണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ ശരികൾ എന്താണോ അതിൽ ഉറച്ചു നിൽക്കുക, അതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടുക. വേറൊരു കാര്യം, ഇപ്പം നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുക അല്ലെങ്കിൽ വേറൊരു കാര്യം തുടങ്ങുക, നമുക്ക് ഒരുപാട് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇത് എൻ്റെ സമയം ശരിയല്ല, ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതം ഇങ്ങനെയാണ്, എന്ത് ചെയ്താലും ഞാൻ ശരിയാവുന്നില്ല, അതുപോലെ എന്നെ ആരെങ്കിലും ഒന്ന് സഹായിക്കാനുണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ തന്നെ ഒരു സേഫ് ആക്കി വെക്കുന്ന ഒരു സാധനം ഞാൻ കാണാറുണ്ട്. പക്ഷേ അങ്ങനെ ഒരാൾ വരാനോ അങ്ങനെ ഒരു നല്ല സമയം വരാനായിട്ട് വേണ്ടി നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റും, ആ സമയം will not come. ആ ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരത്തില്ല. നമ്മൾ ട്രൈ ചെയ്ത് കണ്ടുപിടിക്കാതെ ഒരു കാര്യവും നമ്മളുടെ ജീവിതത്തിൽ നടക്കില്ല. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ തന്നെയാണ് പറയുന്നത്. കാരണം ഈ ഒരു ടെക്സ്റ്റൈൽ ഈ ഒരു പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട ആരും ഞങ്ങളുടെ വീട്ടിലോ ഞങ്ങളുടെ നാട്ടിലോ ഉണ്ടായിരുന്നില്ല, ആരും ഗൈഡ് ചെയ്യാനുണ്ടായിരുന്നില്ല. നമ്മൾ പർച്ചേസിന് പോകുമ്പോഴത്തേനൊക്കെ ഈ ഏജൻസ് ഉണ്ട് ഇൻ ബിറ്റ്വീൻ, അതുവഴിയാണ് ഓരോ കടകളിലേക്ക് നമ്മൾ എത്തുന്നത്. അങ്ങനെയാണ് നമുക്ക് സാധനം കിട്ടുന്നത്. ഒന്നും പറഞ്ഞു തരാൻ പോലും എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ പോയി പഠിച്ചത് കൊണ്ടാണ് ഓരോ കടാന്തരം പോയി ഓരോ കുറേശ്ശെ സാധനങ്ങൾ കളക്ട് ചെയ്താണ് നമ്മളുടെ ആദ്യത്തെ സ്റ്റോറിലേക്ക് നമ്മൾ കൊണ്ടുവന്നത്. അതിനകത്ത് ഒരുപാട് മണ്ടത്തരങ്ങൾ ഉണ്ടായി എന്നുണ്ടെങ്കിലും അതിനകത്തുള്ള ഒരു പോസിറ്റീവ് സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, വേറെ എവിടെയും കിട്ടാത്ത കുറച്ച് മെറ്റീരിയൽ ലോഫ്റ്റ് എന്ന് പറയുന്ന ഈ ചെറിയ കടയിൽ പോയാൽ കിട്ടും എന്നുള്ളൊരു പേര് നമുക്ക് കിട്ടി. അങ്ങനെയാണ് നമ്മൾ ആദ്യമേ നമ്മളുടെ ആ ഒരു പേര് ആദ്യം പുറത്തേക്ക് വന്നത്. വേറൊരു കാര്യം ഞാൻ പറയുന്നത് എന്നാന്ന് പറഞ്ഞാൽ, നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ഇഷ്ടപ്പെടുന്ന കാര്യം
ആ ചൂസ് ചെയ്യുന്ന കാര്യം നന്നായി ചെയ്യുക, അതിനു വേണ്ടി അധ്വാനിക്കുക. പണിയെടുക്കാതെ ഒന്നും നടക്കത്തില്ല. നന്നായി അധ്വാനിക്കാൻ തയ്യാറാവണം. അതിനകത്തുള്ള ആ ഒരു വീര്യം, അതായത് നമ്മൾ അധ്വാനിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം നമ്മൾ അനുഭവിക്കണം. കാരണം നല്ല കച്ചവടം ഉള്ളപ്പോൾ 2, 3, 4 ആൾക്കാരെ ഒരേ സമയത്ത് നമ്മൾ സാരികൾ കാണിക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ പർച്ചേസിന് പോയി നല്ല സാരികൾക്ക് വേണ്ടി ഓടി നടന്നതിന് ശേഷം വന്ന് കടക്കുമ്പോൾ കാലിനൊക്കെ ഒരു ചെറിയ വേദനയുണ്ട്. അതൊരു സുഖമുള്ള വേദനയാണ്. അത് അനുഭവിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം വേറെ തന്നെയാണ്. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം നന്നായി അധ്വാനിച്ച് ചെയ്യുന്നതിനകത്ത് ഒരുപാട് കാര്യമുണ്ട്. വേറൊരു കാര്യം ഞാൻ പറയുന്നത് എന്നാന്ന് വെച്ചാൽ, നമുക്ക് ആരെയും നമ്മൾ ബ്ലെയിം ചെയ്യാൻ പാടില്ല. എൻ്റെ ജീവിതം ഇങ്ങനെ ആയത് ഇന്ന ആൾ കാരണമാണ്. എൻ്റെ ജീവിതം എന്ത് നമ്മൾ എടുത്തോ അതിനുള്ള ഫുൾ ക്രെഡിറ്റ്, അത് നല്ലതാണെങ്കിൽ നല്ലത്, ചീത്തയാണെങ്കിൽ ചീത്ത, അതിനുള്ള ക്രെഡിറ്റ് നമ്മൾ എടുക്കാൻ ബാധ്യസ്ഥരാണ്. വേറൊരു കാര്യം, നമ്മൾ എത്രമാത്രം അധ്വാനിക്കുന്നോ അധ്വാനിക്കാൻ മാത്രമേ നമുക്ക് അവകാശമുള്ളൂ. ബാക്കി നമ്മൾ ശരിക്കും ദൈവത്തിന് വിട്ടുകൊടുക്കുക. നമ്മൾ ആലോചിക്കുക, ചില ആൾക്കാർ പറയാറുണ്ട് ഇത് ആരും കാണുന്നില്ല. ശരിക്കും എല്ലാ പെയിനും എല്ലാ അധ്വാനത്തിനും വില തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ കിട്ടിയിരിക്കും എന്നുള്ളതാണ്. നമ്മൾ ഓർക്കും ആരും കാണുന്നില്ല, പക്ഷേ കാണുന്നുണ്ട്. എല്ലാം കാണുന്ന ദൈവം അതിൻ്റെ കറക്റ്റായിട്ടുള്ള സമയത്ത് അത് തരും എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ കുറച്ച് വാല്യൂസ് എനിക്ക് ഉണ്ടായിട്ട് ഇത്രയും നാളുകൾക്കുള്ളിൽ എനിക്ക് പറയാനായിട്ടുണ്ടായി. ദാറ്റ്സ് ഓൾ.